അൽഹംദുലില്ലാഹ്. ബഹുമാന്യരായ ഉസ്താദ് അവറുകൾക്ക് എല്ലാവരും അവിടെ ഇരുന്നാണ് ഒരു 2 മിനിറ്റ്. കാരണം ഉസ്താദിന് പിന്നെ ബഹുമാനപ്പെട്ട ചെറിയ നമ്മുടെ ഗുണ്ടൂർ ഉസ്താദിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണല്ലോ. നമ്മളൊക്കെ അവിടെ വന്നത് ഈമാൻ വർദ്ധിക്കാനാണ്. നമ്മൾ ഈമാൻ എന്ന് പറയുന്ന സാധനം അത് കൂടുകയും ചെയ്യും ചുരുങ്ങുകയും ചെയ്യും. അൽ-ഈമാനു യസീദു വയൻഖുസു. അപ്പോൾ നമ്മൾ ഈമാൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്യാദി സദസ്സുകളിൽ വരുന്നത്. ഉദ്കുറൂനി അദ്കുറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നെ ഓർക്കണം, അപ്പം ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പം അള്ളാഹ്ക്ക് നമ്മൾ ധാരാളം ദിക്ർ ചെല്ലണം. അദ്കുറുക്കിനോട് ഉദക്കിറുക്കുന്നു കാണാൻ ഒരു തഫ്സീറാണ്, ഒരു ഖിറാഅത്ത്. ഞങ്ങളെ ഓർമ്മിപ്പിക്കും ചെയ്യും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗുണ്ടൂർ ഉസ്താദ് ധാരാളം ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് എത്ര ഖുർആനിൽ എത്ര ആയത്തിലാണ് പുകഴ്ത്തിയിട്ടുള്ളത്. അവർക്കുള്ള പാരിതോഷികങ്ങൾ എത്രയാണ് ഖുർആൻ പറയുന്നത്. ധാരാളം, ഒരായത്തിലും 2 ആയത്തിലും 3 ആയത്തിലും ഒന്നുമല്ല, ധാരാളം ദിക്ർ ചൊല്ലി ആ ഇസ്തിഖാമത്തെ മുസ്തഖീമായ വഴിയിലൂടെ ജീവിച്ചാലാണ് ഗുണ്ടൂർ ഉസ്താദ്. അവർ അങ്ങനെ വിലായത്തിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് ധാരാളം ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞാൽ മതിയാവോ? എത്രയാണ് ഇപ്പോൾ ഗുണ്ടൂർ ഉസ്താദിനെ കണ്ട് ഇത്ര ആളുകൾ ഇവിടെ ഉണ്ട്. പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവരത്തൊക്കെ നമ്മളൊരു വിഷയത്തിന് പോയാൽ അതന്ന് നടക്കും. ഇന്നലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറ. അതങ്ങനെ തന്നെ, അതാണ് നടക്കുകയാണ്. ഉസ്താദിന്റെ അടുത്ത് ഒരു വലിയൊരു മുതലാളി പൊന്നാനിയുള്ള ഭൂമി വെക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് വന്ന്, അത് വിറ്റുപോണില്ല. ടൗണൊക്കെ ആകുമ്പോൾ വലിയ കോടികളുമാണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ മാടവൻ ഉസ്താദാണ് അദ്ദേഹത്തിനും കൂട്ടിയിട്ട്. അത് ഉസ്താദ് സാധാരണ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദാണ് അവരെയും കൂട്ടി വന്നത്. ഉസ്താദ് അന്ന് കൊണ്ടൂർ അതൊരു പള്ളിൻ്റെ ഒക്കെ ഒരു പണിയിലാണ് ആ പാടത്ത്. അപ്പം ഉസ്താദ് ചോദിച്ചു, അത് ഇപ്പം വിറ്റാൽ എനിക്കിപ്പോൾ എന്താ തരിക? ഉസ്താദിന് കാശിനല്ലേ, നമുക്കറിയാലോ ഉസ്താദിൻ്റെ അവസ്ഥ. ഉസ്താദ് കാശ് ചോദിച്ചാലേ ഞമ്മക്കതിൽ ഗുണമുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ ഈ ചമ്പറുള്ള എൻ്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ച ഒരു സഹോദരൻ എൻ്റെ അയൽവാസി തന്നെയാണ്. അവർ വലിയ പ്രയാസത്തിലാണ്. വീട്ടിൽ ഒരു അനിയന്മാരും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും കുട്ടികളൊക്കെ ആയി, മക്കളൊക്കെ കെട്ടിക്കാനൊക്കെ ആയി. അങ്ങനെ ഒരു നിർക്കതിയില്ല, ജോലിയില്ല, ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരുടെ ഉമ്മ, എൻ്റെ അയൽവാസിയായ അമ്മാമ്മ പറഞ്ഞ്, സലിമയോടൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്തൊന്ന് പോയിക്കോളി. ഇവരടുത്ത് ബസ്സിന് പോലും കാശില്ല. ഒരു അധികം എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാളി, ദുനിയാവും ആഖിറവും കിട്ടും. അള്ളാഹു ഒരു വാക്ക്, അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ സാധു ഗുണ്ടൂർ ഉസ്താദിന് മുമ്പ് കേട്ടിട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ പോയി ഗുണ്ടൂരെത്തി അവിടെയൊക്കെ തിരഞ്ഞൊരു മൂലക്കെന്ന് കണ്ടപ്പോൾ ഉസ്താദ് ചെന്നേക്ക് പറഞ്ഞ്, ആ വണ്ടിക്കാരൻ വരുന്നുണ്ട്, കല്ലിന് ഒരു 5000 റുപ്യ വെച്ചാണ്ട് കൊടുത്താള് പറഞ്ഞു. ലോഡ് കല്ലിന് പേരൊക്കെ ഉണ്ടായിക്കോളും. എങ്ങനെ ഉണ്ടാവും? മരത്തുമ്പോൾ നാളെ പിന്നെ പാമ്പ് പിടിച്ച് എറിഞ്ഞ മാതിരിയായി. ഇയാളാകെ ബേജാറായി. 5000 റുപ്യാണ്. ഇദ്ദേഹം അവിടുന്ന് അതേമാതിരി വന്ന് ഇവിടെ വന്നുകൊണ്ട് വീരം പറഞ്ഞ്, അൽഹംദുലില്ലാ കഴിച്ചിലായി, ഇനി ഒന്നും ചിന്തിക്കണ്ട. എൻ്റെ ഭാര്യൻ്റെ കാലത്ത് എന്തോ വിറ്റ് ആ ക്യാഷ് കൊണ്ടോ കൊടുത്തു. ആ പള്ളിക്കാണാ കല്ല് അത് കൊടുത്തു. ആ കൊടുത്തത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഒരു വിസ വന്നു. അൽഹംദുലില്ലാ നല്ല വീടുണ്ടാക്കി, കുട്ടികളൊക്കെ കെട്ടിച്ചു. ഇപ്പോഴും ആൾ ഗൾഫിൽ തന്നെ വന്നാൽ ഇവിടെ വരാറുണ്ട്. ഇപ്പോഴും ആ നിയമത്ത് നിലനിൽക്കുകയാണ്. ഇതാണ് ഗുണ്ടൂർ ഉസ്താദ്. ഇതൊരു ദുന്യാവ് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ മഹാന്മാരെ തേടി പോകുന്നത് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ദുന്യാവും കിട്ടും, ആഖിറത്തിനും കിട്ടും, ആഖിറും കിട്ടും നമ്മൾ ഇത്യാദി ആളുകളെ സമീപിച്ചാൽ. ഇപ്പൊ ഇങ്ങനെ ധാരാളം ശേഖന്മാരും കണ്ട് ഇറങ്ങിയൊക്കെയാണ് ചികിത്സ വകുപ്പിലും അല്ലാത്ത വകുപ്പിലൊക്കെ. സുബ്ഹാന ജല്ല ജലാലു, എന്തെല്ലാം ചികിത്സ, എത്ര ക്യാഷ് ചൂഷണങ്ങളൊക്കെ ആയിട്ട് എത്രയാണ്. ബഹുമാനപ്പെട്ട കരീം ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട ഒരു മുഅ്മിനൊരു വിഷയം പറഞ്ഞാൽ ആധികാരികമായിട്ട് നമുക്കത് ഏറ്റെടുത്താണ്ട് ഉസ്താദിന്റെ അടുത്തൊന്ന് പോയി ദ്വാരിപ്പിച്ച അത് അൽഹംദുലില്ലാ ഇന്നലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറ. ഞാൻ മുമ്പ് ജോലി ചെയ്ത ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹോദരൻ വരികയാണ്. അദ്ദേഹം കരയാണ് എൻ്റെ റൂമിൽ വന്നിട്ട്. പള്ളിയുടെ
അപ്പൊ എന്താ ചോദിച്ച മൂപ്പര് പറഞ്ഞ്, ഞങ്ങൾ 5 ആളുകൾ പഴയ കാലത്ത് ഈ ബോംബെയിലൊരു ഇതുണ്ടല്ലോ, പാസ്പോർട്ടൊക്കെ തല മാറ്റിയിട്ട് എടുക്കുന്ന ഒരു പാസ്പോർട്ട്, അപ്പൊ അതെടുത്താണ്. അതിലിപ്പോ 4 ആളും പിടിക്കപ്പെട്ട്. ഒരാൾ വേറെ പാസ്പോർട്ട് ഉണ്ടാക്കി, പുതിയ പാസ്പോർട്ട് സ്വന്തം അഡ്രസ്സിൽ ഉണ്ടാക്കി, അത് പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ പോവും വേണം, കച്ചവടമൊക്കെ ഉള്ള ആളുമാണ്. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പുതിയ സ്വന്തം ഇതിൽ എടുത്തു, പാസ്പോർട്ട് ഉണ്ടാക്കി. പക്ഷെ പിന്നെയാണ് നമ്മൾ ചെല്ലുന്നത്, നമ്മൾ കരിപ്പൂരെത്തുമ്പോൾ ഈ കണ്ണ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് പഴയ പാസ്പോർട്ടും വരും, പുതിയ പാസ്പോർട്ടും വരും, നേരെ ജയിലിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് ഒരാൾ പോയത്. അപ്പം ഇനി എന്ത് ചെയ്യുന്നുള്ള ആകെ പ്രയാസത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമ്മൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുക പറഞ്ഞു. ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെന്ന് ഉസ്താദ് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല, പോയിക്കോ, അങ്ങോട്ട് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അദ്ദേഹം പോയി, ഒരു കുഴപ്പമില്ല, അവിടെ എത്തി. എന്ത് വിഷയത്തിനും ഞാൻ മുമ്പ് ജോലി ചെയ്ത മാണൂരുള്ളൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരൻ്റെ 2 കാലും, ഒരു കാലിലും ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഒരു കാലിങ്ങനെ കുഴ തെറ്റിയിട്ട് 2 കാലും കുഴഞ്ഞുപോയി. അദ്ദേഹം കുറച്ച് നല്ല തടിയും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യുന്നറിയാതെ അദ്ദേഹം എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന്. 2 ആളുകൾ, വലിയ 2 ആളുകൾ 2 കൈയും തോളിലിട്ട് അദ്ദേഹത്തിന്റെ കാലിങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ വലിക്കുകയാണ്. സ്വാധീനമില്ല, നമ്മളൊരു തുണിന്റെ കോന്തല പോലെ. അങ്ങനെ ഉസ്താദിന്റെ ഹദറത്തിൽ ആ ജനല് തുറന്ന് ഉസ്താദ് മുന്നിൽ നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞേ, ഏതാണ്ട് വിട്ടാളിന്ന് അറിഞ്ഞ്. എങ്ങനെ ഉണ്ടാവും വിട്ടാൽ? 2 കാലും സ്വാധീനമില്ല. എൻ്റെ കണ്ണ് ആരും കണ്ടത് വല്ല കേട്ടത് പറയല്ല, എൻ്റെ കണ്ണ്, ഞാനാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. അവസാനം ആ 2 ചെറുപ്പക്കാർ അദ്ദേഹത്തിനോട് വിടുകയാണ്. വിട്ടപ്പോൾ ഒന്നിങ്ങനെ ആടിയിട്ട് അവിടെ നിന്നു, ഇരുത്തി നടത്തി. അൽഹംദുലില്ലാ. ഈ സദസ്സിൽ എത്ര ആളുകളുണ്ട് ഉസ്താദിന്റെ കറാമത്ത് പറയാന് അല്ലേ? ധരിക്കണ നമ്മളെ മലിക്കുപോയി. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെവി ഏത് ചെവിയായിരുന്നു? വലത്തെ ചെവി, ഇടത്തെ ചെവി കേൾക്കൂലായിരുന്നു. അപ്പൊ മറ്റേ ചെവി ഞാനും അദ്ദേഹത്തിന് വേറെ കൂടെ ഉണ്ട്, ഞാൻ എന്നെ കൊണ്ടുപോയത്. ഓരോ ഉപ്പിയും ഞാനും ഉപ്പോ ഫത്തായിപ്പോയി, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് ആദ്യം ഇങ്ങനെ ചോദിച്ചു, ഈ കേൾവിയുള്ള ചെവി പൊത്തിയിട്ട് ചോദിച്ചു, എന്താ പേര്? ഒന്നും മൂപ്പരും മുണ്ടണില്ല. പിന്നെ കണ്ണുമ്പാ പറഞ്ഞു, ഒന്ന് ഓതി ഉസ്താദ്. എന്നിട്ട് 2ാമത് ചോദിച്ചു. അപ്പൊ ഒക്കെ പേര്, എന്താ പേര്? അബ്ദുൽ മലിക്. ഉപ്പാന്റെ പേരെന്തെല്ലാം, നാടൊക്കെ പറഞ്ഞു കൊടുക്കുക. അൽഹംദുലില്ലാ, ഒരു കുഴപ്പമില്ല, മൂപ്പരത്തിരിക്കണം. ഇന്ന് നമ്മളിതിലേക്ക് അൽഹംദുലില്ലാ വലിയ വലിയ അത്ഭുതങ്ങൾ. ഒരു സഹോദരൻ ഗൾഫ്, ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ് ഇതൊക്കെ. മുമ്പുള്ളതിന് ശേഷമുള്ളത് എത്രയെന്നറിയോ? ഒരു സഹോദരൻ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ പൊട്ടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം എന്തായിട്ടൊരു കല ഉണ്ടായതിന്റെ പേരിൽ പോകാൻ കഴിയണില്ല. അങ്ങനെ പല പ്രാവശ്യം പൊട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠന്റെ മകൻ എൻ്റെ അടുത്ത് പഠിക്കുന്നൊരു മുത്തഅല്ലിമാണ്. അങ്ങനെ അവരോട് വന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ ബദരീങ്ങളിൽ ഉസ്താദിന്റെ പേരിൽ യാസീൻ പതിവായിക്കോളി, അവിടെ നിന്ന് സിയാർത്തും ചെയ്താളി, റാഹത്തായാലും ഉസ്താദിന്റെ ഉറൂസക്ക് ഒരു ആടും കൊടുത്തുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, പിറ്റത്തെ ടെസ്റ്റിനെ പാസ്സായി ഒരു പോയും ചെയ്ത് അവർ ഈ ഉറൂസിലേക്ക് ഒരു ആടും തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ധാരാളം പറയാണ്ട്. ഒരു രൂപ ഉസ്താദ് നമ്മോട് ചോദിച്ചു വാങ്ങാറില്ല. എത്ര എനിക്ക് പറയാണ്ട്, ആയിരക്കണക്കിന് അനുഭവങ്ങൾ. എൻ്റെ വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെ. ഒരു വലിയൊരു സ്ഥലത്ത് പറയാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു മുഴ പൊന്തിയ ഒരാള് ഉസ്താദിന്റെ അടുത്ത് സിയാറത്ത് ചെയ്തു. അൽഹംദുലില്ലാ, മരുന്ന് കുടിച്ചിട്ട് മാറാത്തത് ഉസ്താദിന്റെ അടുത്ത് സിയാറത്ത് ചെയ്തപ്പോൾ അത് ചുങ്ങി അങ്ങോട്ട് പോയി. ഇവിടെ പല മുത്താലിമീങ്ങളും പല വിഷയങ്ങളിലും ഞാൻ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞേക്കല. അപ്പൊ ഉസ്താദിനെ നമ്മൾ പിടിച്ചാൽ, ഉസ്താദിനെ എന്നല്ല ഏതും, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, തീർച്ചയായിട്ടും നിങ്ങളെ സഹായി അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. ഓ റസൂലു, അള്ളാഹിന്റെ റസൂലുമാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോ ഔലിയാക്കൾ. അപ്പൊ അള്ളയും റസൂലും ഒക്കെ സഹായിക്കും, അവരോടൊക്കെ സഹായം ചോദിക്കാം. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. തവസ്സുലി ഇസ്തിഗാസ. നമ്മളും ബിദ്അത്തുകാരും തമ്മിൽ, ഇവിടുത്തെ വഹാബിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗുകാരൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? അവര് തവസ്സുലിനെയും ഇസ്തിഗാസിനെയും അവർ എതിർക്കുന്നു. അത് ശിർക്കാന്ന് പറയുന്നു. ഖുർആനെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ ധാരാളം അത് പഠിപ്പിച്ചിട്ടുണ്ട്. തവസ്സുലും പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്തിഗാസയും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകർ ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാലഘട്ടം വരെ രണ്ടഭിപ്രായമില്ലാതെ മുസ്ലിം ലോകം ചെയ്തു വന്ന ഒരു സംഭവമാണ് ഇത്. ശിർക്കാക്കി ഇപ്പൊ ചിത്രീകരിക്കുന്നത് വരെ ഇപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കി 5-8 വിഭാഗമായി മാറി.
അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു, നിങ്ങളൊരു വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടു, ആരും നിങ്ങളെ സഹായിക്കാനില്ല. അവിടുന്ന് അള്ളാഹിനെ മുത്തനബി പഠിപ്പിച്ചത്, യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ എന്റെ അടിമകളെ എന്നെ സഹായിക്കണ, അടിമകളെ വിളിക്കാനാ പറഞ്ഞത്. ഇത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതാ. കണ്ണിന് കാഴ്ച പോയ സഹാബത്തിന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ റസൂൽ എഴുതി കൊടുത്ത അവിടുന്ന് ദുആ എഴുതിയില് യാ മുഹമ്മദ് ഇസ്തിഗാസ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങൾ! ഭൗതികവും അഭൗതികവുമായ എല്ലാ സഹായം റബ്ബ് കൊടുക്കുന്നതാണ്. നമുക്കുള്ള സഹായം മുഴുവനും അത് ഈ ചെറിയ വിരൽ അനക്കാനുള്ള കഴിവ് പോലും അള്ളാഹു തരുന്നതാണ്. അപ്പൊ അതൊന്നും ശിർക്കല്ല. ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ധാരാളം തബ്ലീഗുകാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് തൊപ്പിയും താടിയൊക്കെ കാണുമ്പോ പല ചെറുപ്പക്കാർ നമ്മളെ കുട്ടികളാണ് ഓരോ വൈത്താലെ പോണേ. ഈമാൻ നഷ്ടപ്പെടും. വേറെ എന്ത് പോയിട്ട് എന്തുണ്ടായിട്ട് കാര്യം? ധാരാളം സമ്പത്തുണ്ടായി, വലിയ കടകളുടെ ഉടമയായി, ഭൂമിയുടെ സ്വത്ത് ഉടമയായി. മരിക്കുന്ന സമയത്ത് ഓന്റെ ഈമാൻ തെറ്റിയിട്ട് പിന്നെ എന്ത് കാര്യമാണ്? ധാരാളം ഖത്മ ഓതി അല്ലെങ്കിൽ ദിക്ർ കോടിക്കണക്കിന് ഓതി ഒരു കാര്യമില്ല. അതൊക്കെ ഫലിക്കണമെങ്കിൽ ഈമാൻ വേണം. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാൻ ബാധിക്കുന്ന ക്യാൻസറാണ്. അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണും. അല്ലാഹുവിന്റെ ശർറിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പോകുന്ന ആളുകൾ ബർക്കത്തിന് വാങ്ങാതെ ആരും പോകരുത്. 1-2 ആളുകൾ പോകേണ്ടത് കഴിഞ്ഞ ഒന്നുമില്ല, ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ ചെറിയ ഒരു കുണ്ടൂർസ്ഥാന്റെ കൂടെ വന്ന് അവിടുത്തെ പൊരുത്തം വാങ്ങിയാലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ദുആ തവസ്സുൽ ചൊല്ലിയിട്ട് ഉടനെ തോർക്കും 2 മിനിറ്റ്. പിന്നെ നമ്മുടെ ഈ ദർസ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടെ ഇപ്പം ഇന്ന് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദിൻ്റെയും കൂടി ഉറൂസാണല്ലോ. കുണ്ടൂർ ഉസ്താദ് ഇന്നെ 2 സ്ഥലത്തേക്ക് ഇന്നെ ദർസിന് പറഞ്ഞയച്ചിട്ടുണ്ട്. കുണ്ടൂർ ഉസ്താദ്, കളന്തോട് ഉസ്താദ് ഈ പള്ളി വരുന്നതിന് മുമ്പ് അന്ന് എനിക്കൊരു 100 രൂപ തന്നിട്ട് പറഞ്ഞു ഇവിടെ പള്ളി വരും. അത് കഴിഞ്ഞു ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ അബ്ദുറസാഖ് ഹാജി അവരുടെ ഉമ്മയുടെ പേര് ബീവി ഹജ്ജുമാരുടെ പേര് 15 സെന്റ് സ്ഥലം നമുക്ക് വഫായി തരുന്നത്. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗ്ഗമായി കൊടുക്കട്ടെ. അബ്ദുറസാഖ് ഹാജി അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. ഖൈറും ബറക്കത്തും അവരുടെ ഭാര്യ സന്താനങ്ങളിലും മക്കളിലും അവരുടെ ഉംറയിലും അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ നമുക്ക് ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ധാരാളം ആളുകളുണ്ട്. മദ്രസക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. നമ്മുടെ ഈ മുത്തഅലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ ഇവിടെ അൽഹംദുലില്ലാഹ് നല്ലൊരു ദർസ് 40ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ധാരാളം ഉസ്താദന്മാർ മദ്രസയിലും 80ഓളം കുട്ടികളുണ്ട്. അൽഹംദുലില്ലാഹ് ഭക്ഷണമൊക്കെ കുറച്ച് 8-10 കുട്ടികൾക്ക് വീടുകൾ ഭക്ഷണമുള്ളൂ. ബാക്കിയൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒന്നുമില്ല, ഭക്ഷണം ആയിട്ടില്ല. പരിശുദ്ധ ഖുർആന് വളരെ ബഹുമാനത്തോടുകൂടെ പറഞ്ഞ ഒന്നാണ് ഇത്ആമു ത്വആമ്. അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു ഏറ്റവും വലിയ ഖൈറായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ഇത്ആമു ത്വആം, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. മറ്റൊരു ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഇന്ന മിനൽ മൂജിബാത്തി അൽ ജന്ന ഇത്ആമു ത്വആം. ആർക്ക് കൊടുത്താലും കൂലി കിട്ടും, ഏത് മതക്കാരന് കൊടുത്താലും കിട്ടും. പക്ഷെ മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ പവർ പറയും വേണ്ട. മറ്റൊരു റിപ്പോർട്ടുള്ളത് ഇന്നമി മൂജിബാത്തി റഹ്മ ഇത്ആമു ത്വആമി അൽ മുഅ്മിൻ അൽ മുഅ്മിൻ, അയ്യോ വിശന്നതായ മുഅ്മിന് ഭക്ഷണം നൽകൽ. അപ്പൊ നിങ്ങൾ നോക്കി, സ്വർഗം നിർബന്ധമാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മാക്കും പാക്കും ഉസ്താദിനും ഖബർക്ക് ഇങ്ങനെ വരിക, നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ആമു ത്വആം. അല്ലാഹു നമുക്ക് അതിൽ തൗഫീഖ്